എഡിസൺ തിരികെ എത്താം. പഠനവും സംവിധായകൻ ശ്രീ സി ബി മലയിൽ ചേരുന്നു. ശ്രീ സി ബി മലയിൽ, ഷാജീൻ കരുണിന്റെ വിയോഗത്തെ താങ്കൾ എങ്ങനെയാണ് ഈ നിമിഷം കാണുന്നത്? ഷാജി സാറിന്റെ രോഗാവസ്ഥയെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് അറിയാമായിരുന്നു. അദ്ദേഹം ഏറെക്കാലമായിട്ട് ഇത്തരത്തിലുള്ളൊരു രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു എന്നുള്ളത്. കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നത്. വളരെ ഒരു സന്നിഗ്ധമായ അവസ്ഥയിലൂടെയാണ് ആരോഗ്യാവസ്ഥ കടന്നു പോകുന്നത് എന്നുള്ളതൊക്കെ അറിയുന്നുണ്ടായിരുന്നു. ഈ വാർത്ത ഏത് നിമിഷവും നമ്മുടെ മുമ്പിലേക്ക് എത്തും എന്നുള്ളൊരു ആശങ്കയോടെ തന്നെയാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർക്കൊക്കെ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ആ ഒരു വാർത്ത ഇന്ന് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. അദ്ദേഹത്തെ ഒരു മലയാളം കണ്ട ഏറ്റവും മികച്ച ഛായാഗ്രഹന്മാരിൽ ഒരാളായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടേണ്ടത്. ഞാൻ സിനിമയിൽ വന്ന കാലഘട്ടത്തിലേക്ക് അദ്ദേഹം അരവിന്ദേട്ടൻ്റെ കൂടെയൊക്കെ ചെയ്ത സിനിമകൾ, പ്രത്യേകിച്ചും കുമ്മാട്ടി എൻ്റെ മനസ്സിലിങ്ങനെ മായാതെ നിർത്തുന്ന ഒരുപാട് വിഷ്വൽസ് എനിക്ക് സമ്മാനിച്ചതാണ്. ഞാൻ ഷാജി സാറിൻ്റെ ക്യാമറയുടെ മികവ് കാണാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ആ സിനിമ അനവധി തവണ ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ വളരെ വ്യക്തതകളുണ്ട്. പിന്നീട് പത്മനാഭൻ സാറിൻ്റെ കൂടെ ആയാലും ജോർജ് സാറിൻ്റെ കൂടെ, പത്മനാഭൻ സാറിൻ്റെ കൂടെ അദ്ദേഹം ചെയ്തത് ജോർജ് സാറിൻ്റെ കൂടെ ചെയ്ത് ഒരു ലേഖനം എന്നൊരു ഫ്ലാഷ് ബാക്ക് എന്ന ചിത്രവും, പത്മരാജൻ സാറിൻ്റെ കൂടെ സുഹാസിനിയൊക്കെ അഭിനയിച്ച കൂടെ എവിടെ എന്ന സിനിമയൊക്കെയാണ്. തീർച്ചയായിട്ടും ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്തപ്പോൾ മലയാള സിനിമയ്ക്ക് അന്തർദേശീയ തലത്തിൽ ഖ്യാതി നേടുന്ന പിറവി ഒരുപക്ഷെ മലയാളത്തിൻ്റെ ഖ്യാതി ദേശീയ അന്തർദേശീയ തലങ്ങളിൽ എത്തിച്ച ഒരു സംവിധായകൻ എന്ന നിലയിലും അദ്ദേഹക്കാലത്തും ഓർമ്മിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുള്ള എൻ്റെ എല്ലാ സങ്കടങ്ങളും എൻ്റെ ആദരാഞ്ജലികളും ഈ നിമിഷത്തിൽ ഞാൻ സമർപ്പിക്കുകയാണ്. നന്ദി ശ്രീ സി ബി മലയിൽ, ഈ വിയോഗത്തിന്റെ വേളയിൽ അദ്ദേഹത്തെ ഓർത്ത് അദ്ദേഹത്തിന്റെ കലാജീവിതത്തെക്കുറിച്ച് സംസാരിച്ചതിന്.